എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അതും നമ്മളൊക്കെ ഈ റോഡിൽ കൂടെ എപ്പോഴും പോകുന്നത്. ഈ റോഡ് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിന് മുമ്പേ പൊട്ടിപ്പൊളിഞ്ഞ് ഇത് മൊത്തം കണ്ടറിയാം പാച്ചോർക്കിൻ്റെ കാര്യം എന്ന് വെച്ചാൽ റോഡെല്ലാം സെറ്റായി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് കുഴിച്ച് ഒരു പൈപ്പിടിയിലുണ്ട്. ഇപ്പോൾ ഇവിടെങ്ങും വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ച കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റോഡ് ഇവിടെ നല്ല ഇതായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിടക്കുവാണ്. നമ്മൾ കണ്ട കുലശേഖരപ്പെട്ട ജംഗ്ഷൻ അത് കഴിഞ്ഞ്, കുലശേഖരപതി ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മേളിലോട്ട് ചെല്ലുമ്പോൾ വേണ്ട കുമ്പഴയ്ക്ക് കുറച്ചിപ്പുറത്ത് ഇതെല്ലാം ഞാൻ കണ്ടതാ. പൈപ്പിടാൻ വേണ്ടി റോഡ് കുഴിച്ച് വെച്ചേക്കുക. അപ്പം ഓക്കെ, സമ്മതിച്ചു. പക്ഷെ പൈപ്പിട്ട് കഴിഞ്ഞിട്ട് ഇവരെന്തുകൊണ്ട് ഇത് പഴയ രീതിയിലാക്കുന്നില്ല? അതാണ് എനിക്ക് പറയേണ്ട കാര്യം. അവിടെ നമ്മൾ കാണിക്കാം. വീഡിയോ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഇവിടെ തൊട്ട് ഇതൊക്കെ വലിച്ചു കെട്ടിയേക്കുക. എന്നാൽ മണ്ണിട്ട് മൂടിയെങ്കിൽ ആ മണ്ണിട്ട് കറക്റ്റായിട്ട് മൂടിയല്ലേ. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കിടന്ന് ഒരു മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ ചള്ളയായി മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ മണ്ണിട്ട് മൂടുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്ത് കൂടെ. പിന്നെ എന്തിനാണ് ഇത് ഉണ്ടാക്കാൻ നടക്കുന്നത്? പറയാതിരിക്കുന്നതിന് മൊത്തം കുഴിച്ച് നോക്ക്. എവിടെയെങ്കിലും കാണുമോ ഇതുപോലത്തെ തോന്നിയാസം കാണിക്കുന്നത്? മൈത്താണ്ട് പരിപാടി നടത്തുക. മൊത്തം കുഴിച്ച് വെച്ചേക്കുക. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം കുത്തി ഇളക്കി വെച്ചേക്കുക. കുത്തി ഇളക്കിയിട്ട് പൈപ്പിട്ടിട്ട് ആ മണ്ണ് അവിടെ കൂട്ടി അവിടെ വെക്കും. പിന്നെ അതിലെ വണ്ടി കയറുമോ? വേറെ വീടുകളിലും കടകളിലും ഒക്കെ കയറാൻ ഇന്നത്തെ പാടാണ്. കേട്ടോ, പണി നടക്കുക. പൈപ്പിട്ടിട്ട് പെട്ടെന്ന് അത് തിരിച്ച് ആക്കി വെച്ചുകൂടെ? അത് കുമ്പഴ മെയിൻ റോഡാ, അതുകൂടെ ഓർക്കണം. അവർ PWDക്കാർ വന്നിട്ട് റോഡ് ശരിയാക്കി അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇവർ തമ്മിലൊരു ടൈപ്പ് ഉണ്ടാക്കണ്ടേ? അതില്ലാതിട്ട് ഇവിടെ എല്ലാം കുത്തി ഇളക്കി വെച്ചേക്കുക പൈപ്പിടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണ്ട. കുമ്പഴ ജംഗ്ഷനില്ല കണ്ട. ഇതൊക്കെ പഴയ പോലെ ഒന്ന് ആക്കി എല്ലാ കോൺക്രീറ്റ് വരും ചെയ്തിട്ടൂടെ. അവിടെ ഓട്ടോ സ്റ്റാൻഡാ, അവരിനി അവിടെ കൊണ്ട് ഓട്ടോ ഇടും. കാണിക്കുന്നവരെ പരിപാടി മണ്ണിട്ട് മൂടി ചവന്മാർ പോകും. ഇതാര് ചെയ്യും ഇതുപോലെ? ഇതൊക്കെ പേര് കേസെടുക്കണം. അതാ വേണ്ടി റോഡ് വൃത്തിയായിട്ട് കിടക്കാൻ സമയം. എന്നാലും നാട് നന്നാവത്തും. അതുകൊണ്ട് നമ്മുടെ നാട് നന്നാവത്തത്. ഞാൻ പോയ നാട് നന്നാവും. ഇവിടെ വേണ്ട നല്ല രസമുണ്ട്. ഓവർടേക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ബാരിക്കേഡൊക്കെ വെച്ച് സെറ്റാക്കി. അതൊക്കെ സന്തോഷം. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. KSRTC ഇങ്ങനെ അവിടെ വന്ന് നടക്കും. ഇത് ഓടി വന്നതാ കിടക്കൂന്ന്. അവിടെ കൊണ്ടിട്ട് ഏതെങ്കിലും വണ്ടിക്ക് ഭാരം ഓടാനോ ഇല്ലായിരിക്കും. പിന്നെ ഇതിലെ അങ്ങ് വീഡിയോ എടുത്ത് പോകാമെന്ന് വെച്ചു. അത് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തു. കടയിലൊക്കെ ഉള്ളിക്ക് ഭയങ്കര വില. ഇത് ഈ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് വിൽക്കുന്നവരാ. അതുപോലെ ഈ റോഡിൽ കൂടെ വരുന്നവരോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ആ മഞ്ഞ അമ്പുണ്ടല്ലോ ചെറുതായിട്ട് വെച്ചേക്കുന്നത്, അത് ചിലത് നല്ല കട്ടിയൊക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഒന്ന് പറഞ്ഞിട്ട് മഞ്ഞ വരയിൽ കൂടെ കയറിക്ക് വരുക. എന്തോ പറയാൻ, ഇതിനൊക്കെ പറയാൻ വല്ലതും ഉണ്ടോ? ഇത്രയും റോഡ് അങ്ങോട്ട് കിടക്കുക, ഒന്നും ഒക്കുന്നില്ല അങ്ങോട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂം, ഹുണ്ടായുടെ ഷോറൂമൊക്കെ ഉള്ള നമ്മുടെ മല്ലശ്ശേരി ജംഗ്ഷനിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അവിടെ ഇച്ചിരി കട്ടിക്കാണ് വെച്ചേക്കുന്നത്. കാര്യം സ്ലോയിലാണെന്ന് കുഴപ്പമില്ല, അല്ല സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി പാളും. ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ സ്ലോയിലായതുകൊണ്ട് എനിക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. സ്പീഡിലാണെങ്കിൽ വണ്ടി പാളും. അതാണ്. പിന്നെ വേറെ ഒരെണ്ണം കൂടെ കാണും. ആണ് ഇവിടെ ഹോണ്ടയുടെ ഷോറൂം ആയിട്ട് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഹുണ്ടായുടെ മഹീന്ദ്രയുടെ ഷോറൂം. ഇവിടെ ഹുണ്ടായുടെ ഇവിടെ ഇതൊക്കെ വന്നില്ലെങ്കിൽ
വണ്ടി കയ്യിൽ നിന്ന് പോകും. ഇത് വലിയ കുഴപ്പമില്ല, സ്പീഡിലാന്നേ വണ്ടി പാളും. അതുകൊണ്ട് ഇതിൽ വരുന്നവർ ശ്രദ്ധിക്കണം. ഹോണ്ടയുടെ ഷോറൂമിന് തൊട്ട് മുമ്പാണ്, ഇനിയുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. ഇതൊന്നും പരസ്യമായിട്ടൊന്നും അല്ല, നമ്മൾ പ്രൊമോഷനോ ഒന്നും അല്ല. വണ്ടിയുടെ ഷോറൂമൊക്കെ വേണ്ട. ഇത് മാരുതിയുടെ ഒരു ട്രൂ വാല്യൂ ഷോറൂം നമ്മുടെ സാമിപ്പടി ജംഗ്ഷനിൽ. ഞങ്ങളുടെ നാട് മാത്രം നന്നാവത്തില്ല, അതാ വേറെ രസം. അവിടെ ആരെന്തോ സംരംഭം കൊടുത്താലും അവരെ പൂട്ടിക്കെട്ടി കൈ കൊടുക്കുന്ന കുറെ പരിപാടിയാണ് കാണിക്കുന്നത്. എന്തോ പരിപാടിയാണ്. കുളിമുക്കിനൊക്കെ പിന്നെ വേണാട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഗോപന്റെ കട, എൻ്റെ ഇവിടെ ഉണ്ടൊരു ഹമ്പ് ചെറുത്. അതും അത്ര വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മളൊന്ന് ഫ്ലോ ചെയ്തങ്ങ് പോയാൽ തീരാവുന്നേ ഉള്ളൂ. ബിന്ദു മാർട്ട്, രേഷ്മ സ്റ്റോഴ്സ്, പിന്നെ ഇപ്പുറത്ത് കുറേ കാപ്പിക്കടകളും എണ്ണക്കടിയൊക്കെ കിട്ടുന്നത്. അതൊക്കെ പഴയ കടകളാണ്. ഇതൊക്കെ അവരൊക്കെ നല്ല സെറ്റപ്പാണ്. ഞങ്ങളുടെ ഇളകള്ളൂർ മാത്രമേ ഉള്ളൂ ഒരു വാഴയ്ക്കായില്ലാത്ത. ആരെന്തോ തുടങ്ങിയാലും അവന് അധികം നാൾ മുമ്പേ പൂട്ടിക്കെട്ടിപ്പോവും. അതാ നാട്ടുകാരുടെ സ്വഭാവമാണെന്നോ നാടിൻ്റെ സ്വഭാവമാണെന്നോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാനുള്ള ഞാനത് പറഞ്ഞ. എനിക്കിപ്പോൾ 50 വയസ്സായി. ഞാൻ ഈ 50 കൊല്ലം കൊണ്ട് കാണുന്ന സ്ഥലമാണ്. T20 പഠിക്കല്ല, അതുപോലെ നമുക്ക് പഞ്ചർ വർക്കും ടയറിൻ്റെ വർക്കും ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ചടണം. നമുക്ക് വലിയ എപ്പോൾ നമ്മളവിടെ ചെന്നാലും നമ്മളവിടെ വലിയ സ്നേഹമുള്ള ഒരാളാണ്. ചേട്ടൻ്റെ പേരെ അറിയത്തില്ല, പക്ഷെ ചേട്ടൻ നല്ല ചേട്ടൻ. ആർക്കെങ്കിലും ഇതിലെ പോകുന്നവരാരെങ്കിലും ഉണ്ട് അവിടെ കയറി കാറ്റടിക്കുവോ ടയർ മാറുവോ പഞ്ചർ ഒട്ടിക്കുവോ ഒക്കെ. പഞ്ചർ ഒട്ടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ടയർ വർക്കാന്നാണ് പറഞ്ഞത്. പുതിയ ടയർ മേടിക്കാം, കാറ്റടിക്കാം, പിന്നെ 2 വീലറിൻ്റെ വർക്ക്സ് ഉണ്ട്. നമ്മൾ ഓരോന്നും എന്തുവാ പ്രൊമോഷൻ ചെയ്യത്തൊന്നുമില്ല ആരുടെ. നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വേണ്ട. ഇത് ഞങ്ങളുടെ സ്വന്തം വികസനമില്ലാത്ത ഇളകള്ളൂര് ആദ്യത്തെ പള്ളിയാണ്. ഇത് പത്തനംതിട്ടയിൽ വരുമ്പോൾ പിന്നെ ഇനി ഒരെണ്ണമുണ്ട് താഴെ. അതിന് മുമ്പേ ഞാൻ വീട്ടിലോട്ട് കയറും. ഞങ്ങളുടെ കോന്നി ബ്ലോക്ക് ഓഫീസ്, ബ്ലോക്ക് പടി എന്ന് പറയുന്നത് ഒക്കെ എല്ലാവരും കാണുന്ന. ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്ന. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ വരെ ഉള്ളൂ വീഡിയോ. ഇപ്പോൾ വീഡിയോ നമുക്ക് കാണാം. മറ്റേ വീഡിയോ അടുത്ത ഒരു എന്തെങ്കിലും കോളുമായിട്ട് വണ്ടി നിർത്തിയിട്ട് എടുക്കാം. കാര്യം ചീറിപ്പാഞ്ഞാ വണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടും. അല്ല വല്ലവരും ഇരിക്കും.